ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കുസൃതി കുടുംബം വ്ളോഗിലേക്ക് സ്വാഗതം. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കൊണ്ട് നമുക്കൊരു മക്രോണി ഉണ്ടാക്കാം ഇന്ന്. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. യോജിപ്പിച്ചതിനെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി മക്രോണി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ആയി വരുന്നുണ്ട്. ഇതേ ഒരു ലെവലിൽ നമുക്ക് വേവിച്ചെടുക്കണം. ഇതേ ഒരു നന്നായിട്ട് വേകരുത്, അതുപോലെ. ഇപ്പോൾ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, തക്കാളി, ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത അതേ പരുവത്തിലാണ് മക്രോണി വേവിച്ചെടുക്കാൻ. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ചതച്ചത്, നമ്മുടെ ഇത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത്, തക്കാളി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത്, ഉള്ളി നുറുക്കിയത്, മല്ലിയില ഇതിലേക്ക് ചേർക്കാനായിട്ട്, പിന്നെ ചിക്കൻ വേവിച്ച് വെച്ചത്, പിന്നെ മക്രോണി, ചിക്കൻ വെന്ത വെള്ളം. എണ്ണ ചൂടാക്കാനായി നമുക്ക് അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ മൂക്കാനായിട്ടിടും. ബ്രൗൺ കളറായി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി എണ്ണയിലേക്ക് നല്ല മൂത്ത് കിട്ടും. മൂത്ത് നല്ല കളറൊക്കെ മാറി നല്ല വഴണ്ട് കിട്ടും എണ്ണയിലേക്ക്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഞെക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റോ ബീൻസോ ഒക്കെ ചേർക്കുക. ഇത് ചിക്കൻ ചേർക്കുന്നത് കൊണ്ട് ഇത് ഇടുന്നില്ല. ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളിക്ക പേസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് പച്ചപ്പ് മാറി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ ഇടണം. ആവശ്യത്തിന് ഗരം മസാല പൊടിച്ചതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഗരം മസാല ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി അതിനെ യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അതിനെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാവരും മിക്സാക്കി നന്നായിട്ട് മസാല എല്ലാം നല്ല രീതിയിൽ ആയി വരുന്ന രീതി വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ, പാത്രത്തിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അത് ഏകദേശം ഒരു ഇതായി വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കനെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഈ മസാലക്കൂട്ടിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നതുകൊണ്ട് ഇപ്പം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു പോകും. പിന്നെ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതും കൂടി ഇതിലേക്ക് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കണം. അത് നല്ല രീതിയിൽ ഇങ്ങനെ മസാലയൊക്കെ പിടിച്ച് നല്ല മണമുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഇതിൽ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നും, അതുപോലെ ആയിട്ടുണ്ട്. നല്ല മണവും കാണാനും ഒക്കെ നല്ല ടേസ്റ്റുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയില നമ്മൾ ഇതിൽ കൂടി ചേർത്ത്, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മല്ലിയില ചേർത്തിട്ടുണ്ട്. നമുക്ക് മക്രോണിയും ഈ മസാലക്കൂട്ടിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മക്രോണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടണേ. എല്ലാവരും ചെയ്ത് നോക്കണേ ഇതുപോലെ. ബൈ.